നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ ന്യൂ കാറ്റ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സുഹൃത്തുക്കളെ, നാം ഇന്ന് നോക്കാൻ പോകുന്നത് എല്ലാവർക്കും താല്പര്യമുള്ള അല്ലെങ്കിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട നല്ലൊരു വിഷയത്തെ പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതായത് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനമായ ഫാക്ട്, അതുപോലെ കൊച്ചിൻ ഷിപ്പ് യാർഡ്, ഞാനത് പേര് പെട്ടെന്ന് മറന്നു പോകുന്നത്. കൊച്ചിൻ ഷിപ്പ് യാർഡും അതുപോലെ ഫാക്റ്റും ഇങ്ങനെ രണ്ടെണ്ണം. ഈ ഫെർട്ടിലൈസേഴ്സ് കമ്പനിയാണ് നമ്മുടെ ഫാക്ട്. ഇങ്ങനെ രണ്ട് കമ്പനിയുടെ ഓഹരികൾ വിപണിയിൽ ഇറക്കിയിരുന്നു കുറച്ചു കാലം മുമ്പ്. ഇറക്കുമ്പോൾ അതിന് ഏകദേശം 432 രൂപയായിരുന്നു കൊച്ചിൻ ഷിപ്പ് യാർഡിൻ്റെ ഒരു ഓഹരിക്ക്. അതുപോലെ തന്നെ ഫാക്റ്റിൻ്റെ ഒരു ഓഹരിക്ക് 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഫാക്റ്റിൻ്റെ ഓഹരി പെടുന്നതിനെ കുതിച്ചു കയറി 886 രൂപയോളം ഒരു ഓഹരിക്ക് കുതിച്ചു കയറുകയുണ്ടായത്. അപ്പോൾ 5638 കോടി രൂപയ്ക്ക് 5638 കോടി റുപ്യക്കാണ് ഫാക്റ്റിൻ്റെ മൊത്ത ലാഭം വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 100 രൂപയ്ക്ക് നമ്മൾ എടുത്തിട്ടുള്ള അവരുടെ ഓഹരിക്ക് 886 റുപ്യ എന്ന വില വന്നു. അതായത് കമ്പനി എത്ര ലാഭം ഉണ്ടാക്കുന്നോ അത്രയും നമുക്കും ലാഭം കിട്ടും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബാങ്കിൽ നിന്ന് അവരുടെ ഓഹരി എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഓഹരി വിപണി നടത്തിയവർക്കൊക്കെ ഇത് മനസ്സിലാവും. ഓഹരി വിപണിയിൽ നിന്ന് നമ്മൾ അവരുടെ താഴ്ന്നു കിടക്കുന്ന കമ്പനി നോക്കിയിട്ട് ഓഹരി വാങ്ങുക ബാങ്കിൽ നിന്ന്. വിജയിക്കുമെന്ന കമ്പനിയെ നമ്മൾ താരതമ്യേന ഒന്ന് പഠനം നടത്തിയ ശേഷം അവരുടെ ഓഹരി നമ്മുടെ കയ്യിലുണ്ടെന്നിരിക്കട്ടെ, അവർ എത്ര ലാഭം ഉണ്ടാക്കുന്നോ അതെല്ലാം നമുക്ക് തന്നെ കിട്ടുന്നതായിരിക്കും. എല്ലാ ഓഹരിയും ഉടമക്കാർക്കും കിട്ടും. അങ്ങനെയാണ് ഇന്ത്യൻ നിയമം. അപ്പോൾ കമ്പനി ഒരു മുഖവില നിശ്ചയിച്ചിട്ട്, ഉദാഹരണത്തിന് 100 രൂപ ആയിട്ട് ഫാക്ട് മുഖവില നിശ്ചയിച്ച് ഇറക്കുന്ന സമയത്ത് ഈ എടുക്കാൻ കൂട്ടാക്കാത്തവരുണ്ട്, എടുത്തവരുണ്ട്. ഇപ്പോൾ എടുത്തവർക്കാണ് ലാഭം കിട്ടുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ കൊച്ചിൻ റിഫൈനറി അല്ല, കൊച്ചിൻ ഷിപ്പ് യാർഡ് മറ്റേ ആ ഓഹരി വിപണിയിൽ ആ കാർഡ് ഇറക്കുമ്പോൾ കുറഞ്ഞ വിലയേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 61,055 കോടി രൂപ. മനസ്സിലായില്ലേ? ഭയങ്കര ലാഭത്തിലാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ പോക്ക്. എന്താണ് ഈ കൊച്ചിൻ ഷിപ്പ് യാർഡിൽ നിർമ്മിക്കുന്നത് വെച്ചാൽ വലിയ കപ്പലുകൾ, അന്തർവാഹിനികൾ, പിന്നെ മറ്റുള്ള രാജ്യങ്ങൾക്കെല്ലാം വളരെ ഉപകാരപ്പെടുന്ന രീതിയിൽ അതിനുള്ള ടൂൾസുകൾ എല്ലാം നമ്മൾ നിർമ്മിക്കുന്നു. നമ്മൾ ഒരു ഓർഡർ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ അവർ പറയുന്ന അതേ രീതിയിലുള്ള ഒരു വലിയ യന്ത്രസാമഗ്രികളോട് കൂടിയിട്ടുള്ള അവരുടെ ആഗ്രഹത്തിനൊത്ത് നിർമ്മിച്ച് നൽകുക ഇന്ന് നമ്മുടെ കേരളത്തിലെ ഈ കമ്പനിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പൊതുമേഖലാ സ്ഥാപനത്തിൽ നമ്മൾ അഭിമാനത്തോടെ മുന്നോട്ട് വെക്കാനുള്ള ഈ രണ്ട് കമ്പനികളാണ് ഇപ്പോൾ മുന്നിട്ട് നിന്നത്. 432 രൂപയ്ക്കാണ് അവർ അന്നത്തെ ഓഹരി വിറ്റിരുന്നത് ബാങ്ക് മുഖാന്തരം. നമ്മൾ ഫാക്റ്റിൻ്റെ നോക്കി അത് 100 രൂപയ്ക്കായിരുന്നു. അവർക്ക് 886 കോടി രൂപയാണ് ഇപ്പോൾ
അതിൻ്റെ ലാഭം ആയിട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്നെങ്കിൽ 56,088 കോടി രൂപയാണ് ഇതിൻ്റെ അറ്റാദായം. ഇവിടെ 61,055 കോടി രൂപ വരെയാണ് ഉയർന്നിരിക്കുന്നത്. ഏതിൻ്റെ മൂല്യം? ഷിപ്പ് യാർഡിൻ്റെ. അപ്പോൾ ഈ രണ്ട് കമ്പനിയും വളരെ പെർഫെക്റ്റായിട്ട് പ്രവർത്തിക്കുകയും വിപണിയിൽ അവരുടേതായ ഒരു മുഖച്ഛായ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അവരെന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്കെന്താ നേട്ടം വെച്ചാൽ നമ്മൾ ഇതേപോലെ നമ്മളെ ഇന്ത്യയിൽ വളർന്നു വരുന്ന കൊച്ചു കൊച്ചു ബിസിനസ് കമ്പനികളുടെ താരതമ്യേന കുറഞ്ഞ ഓഹരികൾ ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചാൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളെ കയ്യിൽ ഒരു 10-50,000 രൂപ അല്ലെങ്കിൽ 30,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പൈസക്ക് അവരുടെ ഓഹരി വാങ്ങിയിട്ട് അതിൽ നിക്ഷേപിക്കുക. എന്നിട്ട് കുറച്ച് കാലം കാത്തിരിക്കുക. കമ്പനീനെ നമ്മൾ അയച്ചു വിടുന്നു. നമ്മളെ പൈസ കൊണ്ടാണ് അവർ കമ്പനി പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഈ കമ്പനിക്ക് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ലാഭം ഉണ്ടാക്കാൻ ഈ കമ്പനിക്ക് സാധിച്ചാൽ നമ്മളുടെ കയ്യിൽ അവരുടെ എത്ര ഓഹരി ഇരിക്കുന്നോ അത്രയും നമുക്ക് ലാഭമായിട്ടാണ് പ്രവർത്തിക്കുക. ഉദാഹരണത്തിന് ഒരു ചെറിയൊരു സിമ്പിളായിട്ട് ഇതിന് ടെക്നിക്ക് ഞാൻ പറഞ്ഞാൽ 10 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നതെന്ന് വിചാരിക്കട്ടെ. 10 രൂപ മുഖവിലിട്ടിട്ടാണ് ചെറിയ ചെറിയ കമ്പനികളൊക്കെ ആദ്യം രംഗത്ത് വരിക. അപ്പോൾ ഈ 10 രൂപയ്ക്ക് വാങ്ങിയത് നമ്മളൊരു 2 മാസം കഴിഞ്ഞേക്ക് പെടുന്നനെ ഈ കമ്പനിക്ക് ഈ വിപണിയിൽ ഭയങ്കരപ്പെട്ട ലാഭം ഉണ്ടാക്കാൻ സാധിക്കുകയും ഈ ഒരു ഓഹരിയുടെ വില 1000 രൂപ ആയെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എത്ര നഷ്ടമായിട്ടുള്ളൂ? 10 രൂപ. അപ്പോൾ മനസ്സിലായില്ലേ? 990 രൂപയും കമ്പനി നമുക്ക് തന്നിരിക്കും. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയാണ് പൈസ പെട്ടെന്ന് കിട്ടാനുള്ള ഒരു മാർഗം എന്നൊക്കെ നമ്മൾ അന്വേഷിക്കുമല്ലോ. നമ്മൾ ഇപ്പോൾ തൊഴിലെടുക്കുന്നവരാണ്. നമ്മൾ തൊഴിലെടുത്ത് ഇതുവരെ ഒന്നും സമ്പാദിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ പൈസ ഉള്ളത് വലുതാക്കാനുള്ള ടെക്നിക്കും നമുക്ക് അറിയേണ്ടതുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കൊച്ചി ഞാൻ പറയാം മദ്രാസ്, കർണാടക, അതുപോലെ വിദേശ രാജ്യങ്ങൾ എല്ലാവർക്കും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ സമ്പാദിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇത് എൻ്റെ പ്രേക്ഷകർക്ക് ഞാൻ പങ്കുവെച്ചു എന്ന് പറഞ്ഞു. നിങ്ങളത് ബാങ്കിൽ ചെന്നിട്ട് അവരോട് ചോദിക്കുക, കുറഞ്ഞ ഓഹരിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും കമ്പനി ഉണ്ടോ? അപ്പോൾ അതിൻ്റെ ഓഹരി വാങ്ങാൻ ഞങ്ങൾക്കിപ്പോൾ സാധിക്കുമോ? തീർച്ചയായും ഞങ്ങൾ കാണിച്ചു തരാം, ഇന്ന കമ്പനിയുടെ വാങ്ങിയാൽ മതി എന്ന് അവർ ഇങ്ങോട്ട് റെഫർ ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഈ പൊതുമേഖല സ്ഥാപനങ്ങളുടെ ഈ 2 ഓഹരികൾ നമ്മളെ കയ്യിൽ അന്നുണ്ടെങ്കിൽ പൈസ എത്ര ഉണ്ടായിന്ന് അറിയോ? ഇത് അധ്വാനിച്ചാൽ നമുക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫാക്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ വിദേശ രാജ്യങ്ങളിൽക്കടക്കം വളം നമ്മളെ ഇന്ത്യയിൽ ഈ കേരളത്തിൽ ഉണ്ടാക്കിയിട്ട് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അങ്ങനെ ബിഗ് ഓർഡറുകൾ അവർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ വളരാൻ സാധ്യതയുള്ള കമ്പനിയുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരുടെ പെർഫോമൻസും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട്, അതായത് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ കമ്പനി എന്തൊക്കെ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു, നഷ്ടത്തിലേക്കാണോ വന്നത് ലാഭത്തിലേക്കാണോ വന്നത് എന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ബാങ്കിൽ നിന്ന് അതിനൊരു ഉത്തരം കിട്ടുന്നതായിരിക്കും. ഇതാണ് ഓഹരി വിപണിയെപ്പറ്റി പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു സൂത്രം. അത് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചു. വളരെ നിസ്സാരമായുള്ളൊരു സംഭവമാണ്. നിങ്ങളുടെ പൈസ ഒന്നും പോകില്ല. പൈസ നിങ്ങൾ ആകെ 100 റുപ്പീസ് പ്രകാരം 10 എണ്ണം വാങ്ങി 1000 റുപ്യല്ലേ ആവുന്നുള്ളൂ. തീരെ ലാഭം ഉണ്ടാക്കിയില്ല എന്ന് വിചാരിക്കട്ടെ, ആ 1000 റുപ്യ കിട്ടും. ഇനി പോവുകയാണെങ്കിൽ 1000 റുപ്യല്ലേ പോവുള്ളൂ. എത്ര രൂപ നിങ്ങൾ ലോട്ടറിയൊക്കെ എടുത്തിട്ട് കള്ളുടിച്ചിട്ടും കളയുന്നു. നിങ്ങൾ സ്വയം നശിച്ചതിന് ഒരു ഗവൺമെൻറ്റോ ഒരു ദൈവമോ കുറ്റക്കാരല്ല, നിങ്ങൾ തന്നെയാണ് കുറ്റക്കാർ. അതായത് നിങ്ങൾ നേടിയ വിദ്യാഭ്യാസമാണ് നിങ്ങളെ പമ്പര വിട്ടിയാക്കിയത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇനി ഇതുപോലുള്ള നല്ല പർപ്പസുള്ള വീഡിയോകൾ, നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മാറ്ററുകളുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നവർ നിങ്ങൾക്ക് എല്ലാവർക്കും ന്യൂ കാറ്റ് ചാനലിൻ്റെ ആശംസകൾ അറിയിച്ചു കൊള്ളുന്നു.
എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് നന്ദി. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ.